ദണ്ഡറ്റവും മുറിക്കും വാളുവചനം കേൾക്കുന്നവനെ മുറിക്കും, സുവിശേഷകനെയും മുറിക്കും. ആമേൻ, ആമേൻ. ഒന്ന് പത്രോസ് 5:6. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. നീ അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തും. നിന്റെ ഉത്കണ്ഠകളെല്ലാം, നിന്റെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിന്റെ കാര്യത്തിൽ. ഈ ലോകത്തിൽ 660 കോടിയിലധികം 700-ലധികം മനുഷ്യരുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് പറയുന്നു, നിന്റെ കാര്യത്തിൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് പേഴ്സണലി ഇൻട്രസ്റ്റഡ് ഇൻ യു. യേശുവിന്റെ നാമമഹത്വത്തിനായി ഞാൻ പറയുന്നു, യേശു നിന്റെ പ്രശ്നത്തിൽ ശ്രദ്ധാലുവാണ്. യേശു നിന്റെ കണ്ണുനീരിൽ ശ്രദ്ധാലുവാണ്. യേശു നിന്റെ ഈ മാനഹാനിയിൽ ശ്രദ്ധ വെച്ചിട്ടുണ്ട്. യേശു നീ തലകുനിച്ച് നിൽക്കുന്നത് അറിയുന്നുണ്ട്. 1 പത്രോസ് 5:6. നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കും. യേശു നിന്നെ ശ്രദ്ധിക്കും. ഈ വചനത്താൽ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഈ വചനത്താൽ യേശു നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ ശക്തി നിന്നിലേക്ക് എഴുന്നള്ളി വരട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ, ബലം നൽകട്ടെ. എന്നേക്കും യേശുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.